ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഗൈസ്, ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് ഹൈദരാബാദിലേക്ക് സിനിമേൻ്റെ ആവശ്യമായി ബന്ധപ്പെട്ട് പോവുകയാണ്. ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് കേട്ടോ. ഇത് ബോർഡിംഗ് പാസ് മേടിക്കാൻ വേണ്ടി ഞാൻ ക്യൂ നിന്നതാണ്. ക്യൂ നിന്ന് കഴിഞ്ഞതിന് ശേഷം ബോർഡിംഗ് പാസ് ഇതേ കിട്ടി. അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ പുറകിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചു തരും. അത് ചെക്ക് ഇൻ ബാഗേജാണ്, ബാഗേജിൻ്റെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് എയർപോർട്ടിൻ്റെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്തപ്പോൾ അവിടെ നമ്മുടെ ദൈവങ്ങൾ, കൃഷ്ണ ഭഗവാന്റെ ഫോട്ടോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. പിന്നെ എനിക്ക് വിശന്നപ്പോൾ കുറച്ച് ബർഗർ പോയി, KFC, അതിൻ്റെ മേലെ KFC ഫുഡ് കഴിക്കാൻ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ നമുക്കിത് ഡിപ്പാർച്ചറിനകത്ത് ബോർഡ് കാണിക്കാം നമ്മുടെ ഫ്ലൈറ്റ് ഏത് ഗേറ്റ് ആണെന്നുള്ളത്. ആദ്യം ഗേറ്റ് 3 എന്നാണ് കാണിച്ചെങ്കിലും പിന്നെ ലാസ്റ്റ് ഗേറ്റ് നമ്പർ 9 മാറ്റി. അപ്പോൾ ഞാൻ 9 ഗേറ്റ് നമ്പർ 9 പോയി കഴിഞ്ഞതിന് ശേഷം ഗൈസ് നമ്മളെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി അവിടെ ടൈം കൊടുത്തിട്ടുണ്ടല്ലോ. ആ ടൈമിൽ 11:55 എൻ്റെ ഫ്ലൈറ്റ്. ബോർഡിങ് കയറ്റുന്നത് എനിക്കൊന്ന് ബോർഡിങ് ടൈം 11:25. അപ്പോൾ 11:25 കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇതായി. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു ബസ്സുണ്ട്, ബസ് വരും. ബസ് വന്നതിന് ശേഷം നമ്മൾ ആളുകളെ പിക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് പോകും. ചിലതാണെങ്കിൽ ഡയറക്റ്റ് ഒരു ഇതിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് കൂടെ കയറി എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റിലേക്ക് പോകുന്ന ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നെടുമ്പാശ്ശേരിയിൽ ഇങ്ങനെയാണെന്ന് തോന്നുന്നത്. ഇതാണ് ഗൈസ്, ഇങ്ങനെ വന്നതുകൊണ്ടൊരു കാര്യം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഫ്ലൈറ്റിൻ്റെ അവർ ഇതൊക്കെ ചെയ്യുന്നത് കണ്ടോ, അതൊക്കെ ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയൊരു ഭാഗ്യമായി തോന്നി. അങ്ങനെ ഗൈസ് നമ്മുടെ ഫ്ലൈറ്റ് എടുത്തു റൺവേയിലേക്ക് പോകുന്നുള്ളൂ ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്ലൈറ്റ് മെല്ലെ ടേക്ക് ഓഫ് ചെയ്യാൻ നിൽക്കുവാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടി റൺവേ കൂടെ മാക്സിമം സ്പീഡിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിൻഡോ സൈഡ് ബുക്ക് ചെയ്ത് തന്നെ എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ അത്രയും കംഫർട്ടബിളാണ്. നമ്മുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആയിട്ടോ. കാരണം ഇത് ഫസ്റ്റ് ടൈമിലാണ് ഇരിക്കുന്നതെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ട് തോന്നും. ഫസ്റ്റ് ടൈം ഫ്ലൈറ്റ് പോവുകയാണെങ്കിൽ തലയ്ക്കൊരു ചെറിയൊരു ഇത് വരും. അതുപോലെ ചെവി വല്ലാതെ അടഞ്ഞു പോവും. ഇതിപ്പോൾ ഹൈദരാബാദിൽ നിന്ന് നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഹൈദരാബാദിലേക്ക് ഓൺ എയറിലാണെങ്കിൽ 1 ഹവറിൻ്റെ ഉള്ളിൽ എടുക്കുകയുള്ളൂ. പക്ഷേ ടേക്ക് ഓഫും അതുപോലെ അറൈവൽ അതും കൂടെയൊക്കെ ചേർത്തിട്ടായിരിക്കും അവർ 1 മണിക്കൂർ 35 മിനിറ്റാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ കാണിച്ചത്. പക്ഷേ അത്രയും സമയമൊന്നും എടുക്കില്ല. 1 ഹവറിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ അവിടെ എത്തും. അങ്ങനെ ഒരു നല്ലൊരു അതിമനോഹരമായ കാഴ്ചയായിരുന്നു. 12:20 എന്തോ ആയിട്ടുണ്ട് ഞങ്ങൾ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴേക്കും. ഈ ഒരു ടൈമിലെ കാലാവസ്ഥയും അതുപോലത്തെ കാണുന്നത് കേട്ടോ. അത് കാർമേഘത്തിൻ്റെ മുകളിലോട്ട് എത്തിയപ്പോഴാണ് ഈ ഒരു ഫോഗ് പോലെ കാണുന്നത്. അല്ലാതെ കൊച്ചിയിൽ ഈ സമയത്ത് മഞ്ഞൊന്നും ഇല്ല കേട്ടോ. ഇത് ഗൈസ് ഓൾമോസ്റ്റ് ഒരു ഫ്ലൈറ്റ് പറക്കാവുന്ന ഏറ്റവും ഉയരം, അതായത് ഒരു 75 എബ് ശാമൻ എത്തിയിട്ടുള്ളൂ. ആ ഒരു ഉയരത്തിൽ നിന്നുള്ള ഒരു കാഴ്ചയായിട്ടോ നിങ്ങൾ കാണുന്നത്. ഇതിലും മേലെ ഇത് പറക്കും, അതിലും മേലെ ഫീറ്റിലും മേലെ ഇത് പോവും. അതെനിക്ക് തോന്നുന്നത് ഇപ്പോൾ ടേക്ക് ഓഫ് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് ആയിട്ടുള്ളൂ. 10 മിനിറ്റ് കഴിഞ്ഞൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും മാക്സിമം. ഇതാണ് ഇതിൻ്റെ മാക്സിമം ഉയരം എന്ന് എനിക്ക് തോന്നട്ടോ. ഞാൻ വീഡിയോ എടുത്ത സമയത്ത് ഇത് പോകുന്നത് ഏത് സ്ഥലമാണെന്നും നമുക്കൊന്നും അറിയില്ലല്ലോ. കാരണം ഫോണിൽ സിഗ്നലും കിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ലൊക്കേഷൻ നോക്കിയിട്ട് ഇതാണെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഒരു ഏകദേശം കാൽക്കുലേഷൻ വെച്ചിട്ട് ഇതൊരു കോയമ്പത്തൂർ ആ ഒരു തമിഴ്നാട് ഭാഗം ടച്ച് ചെയ്തിട്ടാണ് ഇത് പറന്നു പോകുന്നത് എന്നാണ് എൻ്റെ ഒരു നിഗമനം. പിന്നെ ഫ്ലൈറ്റിൻ്റെ റൂട്ട് ട്രാക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഓൾമോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ്. അപ്പം നല്ല ഭംഗിയിൽ കാണാം കേട്ടോ. ആ മലനിരകളൊക്കെ നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ കാർമേഘം, ഈ കാർമേഘത്തിൻ്റെ മുകളിൽ കൂടിയൊക്കെയാണ് ഈ ഫ്ലൈറ്റ് പോകുന്നത്. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തതാണ് കേട്ടോ. കാരണം നമുക്ക് ഇങ്ങനെ ഒരു വിഷ്വൽസ് ഒരിക്കലും കിട്ടില്ല. പിന്നെ ഫോണിൻ്റെ ക്ലാരിറ്റിയും കൂടി ഉള്ളത് കൊണ്ടാണ് ഇത്ര നല്ല ഭംഗിയിൽ കിട്ടിയിരിക്കുന്നത്. ഗായ്സ്, ഈ ഒരു വിഷ്വൽസ് കണ്ടോ? കാരണം നമ്മൾ ഈ ഭൂമിയുടെ മുകളിൽ നിന്നിട്ട് ഒരു വ്യൂ നമ്മൾ ഈ സാധാരണ യൂട്യൂബിലൊക്കെ കാണാറില്ലേ, ആ ഒരു വിഷ്വൽ ഭൂമിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ളൊരു വിഷ്വൽസ് എങ്ങനെയാണോ ബഹിരാകാശത്ത് നിന്ന് അതേപോലൊരു വിഷ്വൽസാണ് ഞാൻ ഇപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ഒരു സംഭവം. ഭൂമിയുടെ ആ റൗണ്ട് പോലെ കാണുന്നത് എന്തൊരു ഭംഗിയെന്നറിയോ. പിന്നെ അതേപോലെ ഇത് താഴെ കുറേ സ്ഥലങ്ങളും ഇതൊക്കെ എനിക്ക് തോന്നുന്നത് തമിഴ്നാട് ഭാഗം തന്നെയാണ്. തമിഴ്നാട് മുകളിൽ കൂടിയാണെന്ന് പോകുന്നത്. അവിടെ ആ ഭാഗം നിങ്ങൾ സ്ട്രെയിറ്റ് കാണുന്നുണ്ടല്ലോ അറ്റം, അത് ചെന്നൈ, അതായത് അപ്പുറത്തെ ബംഗാൾ കടൽ ആണ്. ബംഗാൾ കടൽ കാണാൻ പറ്റില്ല, ഞാൻ ഏകദേശം ഡയറക്ഷൻ പറഞ്ഞതാണ്. ഇതൊക്കെ ഏതൊക്കെയോ സ്ഥലം സൂം ചെയ്ത് നോക്കുമ്പോഴേ നമ്മളൊന്നും കാണാത്ത സ്ഥലങ്ങളാണ്. എന്തായാലും ഇത് തമിഴ്നാട് ഏരിയ ആണ് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇവിടെയാണ് എനിക്ക് കൂടുതൽ വിഷ്വൽസ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞത്. കാരണം മഞ്ഞും അതുപോലെ ഈ കാർമേഘം ഇല്ലാത്തതുകൊണ്ട്
താഴെയുള്ള വിഷ്വൽസ് കണ്ടോ ഗൈസ്. ഇതെൻ്റെ 17 Pro Max വെച്ചാണ് ഞാൻ സൂം ചെയ്തത്. ഫോണിൻ്റെ ക്വാളിറ്റിയും കൂടിയാണ് ഇത്രയും സൂമിങ് കിട്ടിയത്. അത്ര ആകാശത്ത് മുകളിൽ ഇരുന്നിട്ടാണ് ഞാനിത് സൂം ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോണിൻ്റെ ഒരു ക്വാളിറ്റി നോക്കിയ ഗൈസ്. അപ്പോൾ അത് എന്തൊക്കെയോ ബിൽഡിങ്ങൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ. എന്താണെന്നുള്ളതൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ ഒരുപാട് വീഡിയോ എനിക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ കൂടുതൽ ഇതിൽ വെക്കുന്നില്ല, കാരണം ഒരുപാട് ലെങ്തി ആയിപ്പോവും. നിങ്ങൾക്ക് തന്നെ ബോറടിക്കും കുറേ കണ്ടിട്ട്. അതുകൊണ്ട് വളരെ കട്ട് ചെയ്ത് ക്രോപ്പ് ചെയ്ത് തന്നെയാണ് വന്നത്. ഇത് ഗൈസ്, ഇത് ഞാൻ സൂം ചെയ്തെടുത്ത്. ഇത് എനിക്ക് തോന്നുന്നത് ബംഗളൂരു എയർപോർട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. ബംഗളൂരു എയർപോർട്ടാണെന്ന് തോന്നുന്നു. ഇനി എന്താ അറിയുന്നൊരു കമൻറ്റ് ചെയ്യുക. എനിക്ക് കണ്ടിട്ട് തോന്നിയത് ബംഗളൂരു എയർപോർട്ടാണ്. കാരണം ബംഗളൂരു എയർപോർട്ട് മുകളിലൂടെയാണ് ഇത് പോകുന്നത്. അപ്പം ആ ബംഗളൂരു എയർപോർട്ടിൻ്റെ ആ ഒരു റൺവേ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുവരെ ഈ ഫോണിൽ നമുക്ക് സൂം ചെയ്തിട്ട് കാണാൻ കഴിഞ്ഞു. അത് ഭയങ്കര ഒരു ഇതായിട്ട് എനിക്ക് തോന്നി, കാരണം ഇത്ര ക്വാളിറ്റിയിൽ. പിന്നെ ഗൈസ്, നമ്മൾ ബംഗളൂരു ആ ഒരു ഏരിയ കഴിഞ്ഞിട്ട് നമ്മളൊരു ഏകദേശം ഒരു കാൽക്കുലേഷനാണ് ആ സ്ഥലമാണ് എന്നുള്ളത്, കാരണം നമുക്കറിയില്ലല്ലോ. അങ്ങനെ കുറച്ചും കൂടെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഫ്ലൈറ്റ് മാക്സിമം ടോപ്പ് ലെവലിലോട്ട് പറക്കാൻ തുടങ്ങി. പറന്ന് കഴിഞ്ഞപ്പം ക്ലൗഡിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. കാർമേഘം താഴെയാണ് കാണുന്നത്, കാർമേഘത്തിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്. അതൊരു നല്ലൊരു ഭംഗിയായിട്ട് തോന്നി. പിന്നെ അത് ഇവിടെയൊക്കെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് കൂടുതൽ കാർമേഘങ്ങൾ കാണാൻ കഴിഞ്ഞു. അത് തന്നെ ഒരു എന്താ പറയുക, ഒരു അത്ഭുതം, പ്രപഞ്ചം അതുപോലെ ഒരു അത്ഭുതം, മിറാക്കിൾ എന്നൊക്കെ പറയുന്നതൊക്കെ പോലെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇത് എപ്പോഴെങ്കിലും ഒരു സമയമെങ്കിലും ഫ്ലൈറ്റിലൊന്ന് കയറി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. അതിനൊരു ഭാഗ്യവും വേണം, അതുപോലെ നമുക്ക് അതിന് വേണ്ട ഒരു അവസരവും കിട്ടണമല്ലോ. അപ്പോൾ എനിക്കങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ ഞാനത് മാക്സിമം വീഡിയോ ഒക്കെ എടുത്തു, നിങ്ങളിലേക്ക് വീഡിയോ യൂട്യൂബിലിട്ടു. കാരണം എനിക്കതൊരു ദൃശ്യ ഭംഗി അനുഭവം പോലെ നന്നായിട്ട് തോന്നുകയും ചെയ്തു. അങ്ങനെ ഗൈസ്, കുറച്ച് സമയം, അതായത് കറക്റ്റ് ഒരു 1:20 നമ്മൾ ഹൈദരാബാദ് ടച്ച് ചെയ്യുകയാണ്. ഹൈദരാബാദാണ് ഇപ്പോൾ നിങ്ങൾ ഹൈദരാബാദ് എയർപോർട്ട്, രാജീവ് ഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് നിങ്ങൾ കാണുന്നത്. റൺവേയിലേക്ക് നമ്മൾ മെല്ലെ ഇറങ്ങുന്ന സമയത്ത് ചില സമയത്ത് ഫ്ലൈറ്റ് ഡൗൺ ആകുമ്പം ശരിക്കും എങ്ങനെയാണോ നമ്മൾ താഴേക്ക് വീഴുന്നത്, എത്രയോ അടി ഉയരത്തുന്നത്, അതേപോലെ ഒരു ഫീലിംഗ് കേട്ടോ. പിന്നെ അതേപോലെ ഇതിന് കുലുങ്ങുന്ന കണ്ടോ, നല്ല രീതിയിൽ കുലുങ്ങും, നല്ല ഷെയ്ക്ക് ഉണ്ടാവും. ഫ്ലൈറ്റിൽ ഓൺ എയറിലാണെങ്കിലും ചില സമയങ്ങളിൽ ഷെയ്ക്ക് ഉണ്ടാവും. പിന്നെ കാലാവസ്ഥയുടെ പ്രശ്നം വന്നാലും നല്ല ഷെയ്ക്ക് ഉണ്ടാവും കേട്ടോ. അല്ലാതെ സ്മൂത്തായിട്ടുള്ള ഒരു ഇതായിരിക്കില്ല. പിന്നെ സീറ്റ് ബെൽറ്റിയുടെ സേഫ്റ്റി കാര്യങ്ങളെല്ലാം എയർ ഹോസ്റ്റസ് പറഞ്ഞുതരും. എന്തായാലും ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഇൻഡിഗോ ഫ്ലൈറ്റ് നല്ല രീതിയിൽ നല്ല ക്വാളിറ്റിയാണ്, അതേപോലെ നല്ല വൃത്തിയുള്ള നല്ലൊരു ഫ്ലൈറ്റാണ്. നമുക്ക് എയർ ഹോസ്റ്റസ് ആണെങ്കിലും അവരാണെങ്കിലും നല്ല രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്ത് തന്നു. അതൊരു നല്ല കാര്യമായിട്ട് തോന്നി. ഫസ്റ്റ് ടൈം ഫ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും ആ ഒരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് നമുക്ക് വല്ലാത്തൊരു ഇത് തന്നെയാണ്. പിന്നെ ഗൈസ്, ഞാനങ്ങനെ ഹൈദരാബാദ് എത്തിയിരിക്കുകയാണ്. ഇപ്പം എൻ്റെ ഡ്രൈവർ വരും. ഞാൻ വലിയൊരു ഫിലിമിൻ്റെ ഭാഗമായിട്ട് ഹൈദരാബാദിൽ വന്നതാണ്. അപ്പം അവരാണ് നമുക്ക് ടിക്കറ്റെല്ലാം ബുക്ക് ചെയ്ത് നമ്മളിവിടേക്ക് എത്തിച്ചത്. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ടീം ആൻഡ് താങ്ക് യു. ബൈ ഗൈസ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.